ഇപ്പോഴിതാ റീ റിലീസുകളുടെ കാലമാണ്. തമിഴിലും മലയാളത്തിലുമൊക്കെ വമ്പൻ ഹിറ്റടിച്ചതുമായ പല സിനിമകളും ഇപ്പോൾ റീ റിലീസായി തിയേറ്ററിലെത്തി ഗംഭീര കളക്ഷൻ നേടുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. തമിഴകത്ത് വലിയ സിനിമകളൊന്നും റിലീസാകുന്നില്ല. ഉള്ള സിനിമകളാണ് ഇറങ്ങുന്നതൊന്നും വിജയിക്കുന്നതുമില്ല. വലിയ രീതിയിലുള്ള പഴി കേൾക്കുമ്പോഴാണ് ഇൻഡസ്ട്രിയെ തന്നെ ഒന്ന് തിരിച്ചുപിടിക്കാൻ ആ വിജയുടെ ഗംഭീര ചിത്രവുമായി അവർ റീ റിലീസ് എത്തിയിരിക്കുന്നത്. 20 കൊല്ലം മുൻപ് വൻ ഹിറ്റായ ഗില്ലി വീണ്ടും റിലീസായിരിക്കുകയാണ്. ഗില്ലിയെ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തതും. റീ റിലീസിൽ ഓപ്പണിംഗിൽ തന്നെ 11 കോടിയോളം ഗില്ലി നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പറഞ്ഞതും. അത് തന്നെ ഏറ്റവും ഗംഭീരമായ ഓപ്പണിംഗ് ഒക്കെ ഒരു റീ റിലീസിന് കിട്ടുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം ഇഷ്ടപ്പെട്ട ചിത്രമായിരുന്നു ഗില്ലി എന്നതൊക്കെ. വിജയുടെ എക്കാലത്തെയും വമ്പൻ ഹിറ്റ് ചിത്രമായ ഗില്ലി ആരാധകർക്ക് ആവേശമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഓപ്പണിംഗിലെ ആവേശം മാത്രമല്ല, രണ്ടാം ദിവസവും ഗില്ലിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്ന് കളക്ഷനിൽ വൻ നേട്ടമുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴും തിയേറ്ററുകളിൽ ഗംഭീര പ്രേക്ഷകരെയാണ് ഗില്ലിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 20 വർഷം കഴിഞ്ഞിട്ട് പോലും. റീമാസ്റ്റർ ചെയ്ത് പുതിയ വെർഷനിൽ ഗില്ലിയൊക്കെ എത്തുമ്പോൾ പല സിനിമകളും അങ്ങനെ ഇറക്കാൻ വേണ്ടി പലരും ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഈ ഗില്ലിയെ ആഘോഷമാക്കുന്നത് തമിഴകർ മാത്രമല്ല, മലയാളികളുമാണ്. അപ്പോഴാണ് ഈ അടുത്തിടയ്ക്ക് പ്രണവ് മോഹൻലാലിന്റെ ഒരു ഡാൻസ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. ആ ഡാൻസ് ഏത് പാട്ടിനായിരിക്കും കളിച്ചത് എന്ന രീതിയിലായിരുന്നു എല്ലാവരും അന്വേഷിച്ചത്. അത് സാക്ഷാൽ ഗില്ലിയിലെ അടിച്ചുപൊളി പാട്ടിനായിരുന്നു പ്രണവിന്റെ ഈ ഡാൻസ് എന്നറിയുമ്പോൾ ആരാധകരും ഒന്ന് അതിശയിച്ചു. ഗില്ലിയിലെ അപ്പടിപ്പോട് എന്ന് തുടങ്ങുന്ന ഗാനത്തിനായിരുന്നു പ്രണവ് മോഹൻലാലിന്റെ ഡാൻസ്. ആ വലിയൊരു ഡാൻസ് ഗ്രൂപ്പിൽ നിന്നും മാറി നിന്ന പ്രണവിനെ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ചു എന്ന് പറയുമ്പോൾ പക്ഷെ പിന്നെ കൈവിട്ട കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. വാടാ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്ന് ഗംഭീര ഡാൻസ് കാണിച്ച പ്രണവ് മോഹൻലാലിനെ വലിയ രീതിയിൽ പുകഴ്ത്തുകയുണ്ടായി ആരാധകരൊക്കെ. പ്രേക്ഷകരൊക്കെ പറഞ്ഞു അച്ഛന്റെ മോൻ തന്നെ എന്ന രീതിയിലായിരുന്നു എല്ലാവരുടെയും കമന്റുകൾ. ഒരു മടിയും കൂടാതെ പ്രണവ് വന്ന് ഡാൻസ് കളിച്ചതും വർഷങ്ങൾക്ക് ശേഷം എന്ന സെറ്റിലെ പ്രണവിന്റെ ഓരോ നിമിഷങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ്. ഒരു ജാടയുമില്ലാത്ത ഒരു സാധാരണ പയ്യനാണ് പ്രണവ് മോഹൻലാൽ എന്ന് കാണിക്കുന്ന പല നിമിഷങ്ങളും ആ ഒരു സെറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് കാണിക്കുന്നത് അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിടുന്ന ഓരോ വീഡിയോയിൽ നിന്നും വ്യക്തമാകും. പ്രണവ് മോഹൻലാൽ വളരെ പാവമാണ്. അത് ഇന്ന ആൾക്കാർ എന്നൊന്നുമില്ല. സെറ്റിലെ എല്ലാ ആൾക്കാരോടും അദ്ദേഹം ഒരുപോലെയാണ് പെരുമാറുന്നത്. ഇതേ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നതുമുണ്ട്. വലിയ താരങ്ങളാകട്ടെ, ചെറിയ താരങ്ങളാകട്ടെ, ലൈറ്റ് ബോയ് ആകട്ടെ, സിനിമയിലെ യൂണിറ്റിലെ ഏറ്റവും വലിയ ആളാകട്ടെ, ആരോടും പക്ഷാഭേദമില്ലാതെ പ്രണവ് മോഹൻലാൽ പെരുമാറുന്നത് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് വീഡിയോയിലൂടെയൊക്കെ കാണുമ്പോൾ വീണ്ടും അത് വ്യക്തമാകുന്നു. അങ്ങനെ പ്രണവ് മോഹൻലാലിന്റെ വീഡിയോകളും വൈറലാകുമ്പോൾ തമിഴിലെ ഗില്ലി തരംഗം ഇന്നിങ്ങ് കേരളത്തിലുമുണ്ട്. അത് പ്രണവ് മോഹൻലാൽ പോലുള്ള വലിയ താരങ്ങൾ പോലും ഏറ്റെടുക്കുന്നു. എന്തായാലും ഈ സോങ്ങിന് വേണ്ടിയായിരുന്നു പ്രണവിന്റെ ഡാൻസ് എത്തിയതും.